ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എൻ്റെ കാന്താരി ചെടികളാണ്. പല ടൈപ്പിലുള്ള കാന്താരിയുണ്ട്. നിങ്ങളെ ഞാൻ കാണിക്കാം, എങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ അമേരിക്ക വന്നേ പിന്നെ ഇങ്ങനത്തെ ഇത്രയും സൈസ് കാന്താരി കാണുന്നത് ഞാൻ എനിക്കൊരു ഫ്രണ്ട് തന്നു 2-3 വർഷം മുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ സീഡ് വെച്ച് എനിക്കുണ്ട്. ഇത് ഞാൻ കാണിക്കാമേ. ഇത് കണ്ട ഈ കാന്താരി, നമ്മുടെ നാട്ടിലത്തെ കാന്താരി എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു കാന്താരി അല്ലേ. വേണ്ട, ഇത് പിന്നെ വെള്ളക്കാന്താരി ഇതുണ്ട്, വലിയ ടൈപ്പാ. പിന്നെ ഇതാണ്ട് ഇത് കണ്ടോ ഈ കാന്താരി, ഇതെല്ലാം നിൽക്കുന്ന കണ്ടോ, ഇതുണ്ട് കണ്ടോ. ഇത് വെള്ളയും ഉണ്ട്, ഇതുണ്ട്. നമുക്കറിയത്തില്ലല്ലോ ഇത് അരി പാകി കഴിഞ്ഞപ്പം ഇത് എങ്ങനെ ഏതാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇത് കണ്ടോ, ഇത് എനിക്ക് ഒരാൾ തന്ന ഇത് സൈസ് പച്ചമുളകാ കണ്ടോ. പിന്നെ ഞാനൊരു ഒരു കാര്യം കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ, എനിക്ക് തോന്നുന്നു ഈ കാന്താരിയും പച്ചമുളകും തമ്മിൽ എങ്ങനെ കണ്ടുപിടിച്ചൊക്കെ തിരിച്ചറിയുന്നതിന് ഞാൻ കണ്ട കാര്യം, ഈ കാന്താരി എല്ലാം ഉണ്ടായി നിൽക്കുന്നത് മേളിലോട്ടാ, പച്ചമുളക് എല്ലാം ഉണ്ടാവുമ്പോ അത് താഴോട്ടുവാ. കണ്ടോണേ, ഇത് ഒരു സൈസ് ഇത് പച്ചമുളക് കണ്ടോ, ഇത് താഴോട്ടല്ലേ. പക്ഷെ ഈ കാന്താരി എല്ലാം നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ, അതെല്ലാം മേളിലോട്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ. കണ്ടോ, ഇതെല്ലാം മേളിലോട്ടായിരിക്കുന്നു കണ്ടോ. അതേ സമയത്ത് പച്ചമുളക് എല്ലാം ഉണ്ട്, ഈ പച്ചമുളക് എല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇതിങ്ങനെ വറ്റൽമുളക് പാകി കിളുത്തതാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇവിടെയും ഉണ്ട്, ഇത് കണ്ടോ, ഇത് വേറെ ടൈപ്പാണ്. ഇതും പക്ഷെ മേലോട്ടാ ഉണ്ടാകുന്നുണ്ടോ. ഇതിനൊന്നും അധികം വെയിറ്റ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ കൂടുതലും മേലെ കണ്ടോ ഈ പച്ചമുളക് കണ്ടോ. ഇത് ഇത് പച്ചമുളകല്ല, ഇതൊരു കാന്താരിയുടെ വേറൊരു ടൈപ്പാ കണ്ടോ, മേളിലോട്ടാണ് നിൽക്കുന്നത്. അത് പക്ഷെ വലിയ ടൈപ്പ് കാന്താരി, ഭയങ്കര എരിവാ ഇതിന്, നല്ല എരിവാ. ഇത് നല്ല നമുക്ക് കാന്താരി സംബന്ധിയൊക്കെ ഉണ്ടാക്കാൻ നല്ല സൂപ്പറാ, നല്ല. പിന്നെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാടൻ കാന്താരി, ഇതിനകത്ത് അതുകൊണ്ട് കുഞ്ഞതും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് പിന്നെ കുറേ എണ്ണം ഉണ്ട്, ഒത്തിരി അരി പാകി കിളുത്ത്. ഇത് വലിയൊരു ചട്ടിക്കകത്തില്ല, അതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് എനിക്ക് സ്ഥലമില്ലായിരുന്നു മാറ്റാൻ. കണ്ടോ, ഇതെല്ലാം എല്ലാത്തിനും ആയി വരുന്നുണ്ട് ഇഷ്ടംപോലെ. കാന്താരി കഴിഞ്ഞ വർഷത്തെ എല്ലാം എനിക്ക് ഫ്രീസറിൽ ഇരിക്കുന്നതേ ഉള്ളൂ, ഇഷ്ടംപോലെ കാന്താരി ഇരിപ്പ്. ഇപ്രാവശ്യം നടുന്നില്ല എന്നൊക്കെ വിചാരിച്ച, പിന്നെ എനിക്കങ്ങ് പറ്റത്തില്ല നടാതിരിക്കാൻ. അതുകൊണ്ട് പിന്നെ അരി വാങ്ങി പിന്നെയും കിളുത്ത് കഴിഞ്ഞ് 2-3 ചട്ടിയിലൊക്കെ വെച്ചാൽ മതിയെന്ന്. പിന്നെ നമ്മൾ എങ്ങനെ ഇത് കളയുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചട്ടിയിലോട്ട് മാറ്റി വെച്ച് ഇപ്പൊ ഒത്തിരിയായി, എല്ലാം ആയി വരുന്നുണ്ട് ഇഷ്ടംപോലെ. നല്ല സൂപ്പർ എരിവായി ഈ കാന്താരിക്ക്. നമുക്ക് ഈ മുളകൊക്കെ ഒടിക്കുന്നതിന് എനിക്ക് 2-3 ഇട്ട ഭയങ്കര എരിവാ, നല്ല എരിവാ. അപ്പം അതാണ് എൻ്റെ കാന്താരിയുടെ വിശേഷം. കണ്ട് എൻ്റെ കാന്താരി നല്ല രസം, എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. അത് ഇച്ചിരി കൂടെ ഉണ്ട് നിൽക്കും. പക്ഷെ കഴിഞ്ഞ വർഷം എനിക്ക് വയലറ്റ് മുളകും ഉണ്ടായിരുന്നു കാന്താരി, വയലറ്റ് കാന്താരി. പക്ഷെ അതിപ്രാവശ്യം സീഡ് നട്ടതിനകത്ത് കണ്ടില്ല, എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ആയില്ലായിരിക്കും. ഇതും മതി, ഒത്തിരി ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ ഒത്തിരി ഇരിക്കും. അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ കാന്താരി വിശേഷങ്ങൾ. താങ്ക് യു എല്ലാവർക്കും, എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.